ആദരണീയരായ റമ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ മൂന്നാം ദിവസത്തിൻ്റെ അതിശ്രേഷ്ഠമായ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ മൂന്ന് നോമ്പിൽ യോനാ ദീർഘദർശിയുടെ ജീവിതത്തിൽ കൂടി അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അനുഭവത്തിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള ഒരവസരം കൂടി നാം ഉപയോഗിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പരിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ 1-ാം അധ്യായം അതിന് 12-ാം വാക്യവും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യവും വായിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ 1-ാം അധ്യായം അതിന് 12-ാം വാക്യം: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ന്റെ 13-ാം വാക്യം: മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാകുന്നു. നിങ്ങൾക്ക് കഴിയുന്നതിനപ്പുറമായി പരീക്ഷിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ രക്ഷയ്ക്കുള്ള മാർഗവും അവൻ ഉണ്ടാക്കും. വിശുദ്ധ വേദപുസ്തകത്തിലെ 2 അധ്യായങ്ങളിലെ 2 പുസ്തകങ്ങളിലെ 2 വാക്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ പരീക്ഷയ്ക്കുണ്ടായ പ്രാധാന്യം, പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രലോഭനങ്ങളാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതായി വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്തിനാണ് മനുഷ്യ ജീവിതത്തിൽ പരീക്ഷകൾ, പ്രലോഭനങ്ങൾ? മറ്റൊരു പദത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പരീക്ഷ, പ്രലോഭനം വേദപുസ്തകത്തിൽ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ്. ഈ വാക്യത്തിൽ പ്രത്യേകിച്ചും അത് ഉപയോഗിച്ചിട്ടില്ല. പ്രലോഭനം എന്ന വാക്ക്, പരീക്ഷയും പ്രലോഭനവും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ബ്ലസ്ഡ് ഈസ് ദ മാൻ ദാറ്റ് എൻഡ്യൂറത്ത് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ എന്ന പദം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനും പ്രലോഭനം സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനും എന്ന് നാം ചിന്തിക്കേണ്ടി വരും. ജീവിതത്തിൽ പരീക്ഷകൾ നേരിടേണ്ടതായി വന്നിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്താണ് പരീക്ഷ? പരീക്ഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഈ പരീക്ഷ കർത്താവ് സ്വയം ഏറ്റതല്ല. പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് സഹിക്കേണ്ട പീഡകളുടെ ഭാഗമായി, പരസ്യ ശുശ്രൂഷയുടെ മുന്നോടിയായി യേശുക്രിസ്തു സ്വീകരിച്ച ഈ പരീക്ഷകൾ അവൻ ദൈവികമായ ശുശ്രൂഷയുടെ പ്രാരംഭമെന്ന നിലയിൽ ദൈവദത്തമായി അതിനെ നേരിട്ടു.
ഇവിടെ പരീക്ഷ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറവുകളും ബലഹീനതകളും ഉണ്ട് എങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുമുള്ള ഒരു ഉപാധിയായി വേണം പരീക്ഷയെ നാം മനസ്സിലാക്കുവാൻ. ആത്മീയ ജീവിതത്തിലും ഈ പരീക്ഷ ഉണ്ടാകാൻ അനവധി സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ കൂടി എന്തെല്ലാം വൈരുദ്ധ്യങ്ങളായ ചിന്തകൾ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇണങ്ങാത്ത രീതിയിലുള്ള ചിന്തകൾ കൂടി നാം പലപ്പോഴും കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ദേവാലയത്തിന്റെ പ്രശാന്തതയിലും പരീക്ഷ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ ഇംഗ്ലീഷ് വേർഷനിൽ ഉപയോഗിക്കുന്ന ടെംപ്റ്റേഷൻ എന്ന പദത്തിന്റെ അല്ലെങ്കിൽ പ്രലോഭനത്തിന്റെ അർത്ഥം നാം പരിശോധിക്കുമ്പോൾ ഈ പ്രലോഭനം ദൈവത്താൽ പ്രലോഭിപ്പിക്കപ്പെടുകയല്ല, പിന്നെ എന്താണ്, സാത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രലോഭനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ തോൽപ്പിക്കാനും നശിപ്പിക്കാനും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് വിശ്വാസം ചോർത്തിക്കളഞ്ഞ് നിരാശയിലാക്കി പാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പൈശാചിക തന്ത്രമാണ്. പിശാചിന്റെ തന്ത്രത്തെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രലോഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാക്കോബ് ശ്ലീഹ എഴുതുന്നുണ്ട്, 1-ാം അധ്യായം 13-14 വാക്യങ്ങളെ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി കരുതി നാം ഈ പ്രലോഭനങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും പിന്മാറിപ്പോകുവാൻ ഇടയാകരുത്. ഇവയെ നാം സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അപ്പോൾ 2 പദങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. 2 വാക്യങ്ങളിൽ കൂടി കേൾക്കുന്ന ഈ പദങ്ങൾ, ഒന്ന് പ്രലോഭനം, മറ്റൊന്ന് പരീക്ഷ. പ്രലോഭനം സാത്താൻ നമുക്ക് ഒരുക്കുന്ന കെണിയാണ് എങ്കിൽ പരീക്ഷ ദൈവം നമുക്ക് പരീക്ഷയിൽ ജയിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അനുഭവങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രലോഭനം സാത്താന്റെ കെണിയാണെങ്കിൽ പരീക്ഷ ദൈവത്തിൻ്റെ മനുഷ്യരിലുള്ള വിജയ മന്ത്രമാണ്. പരീക്ഷയിൽ വിജയിക്കുവാൻ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളിൽ വിജയിക്കും എന്നതിന് യാതൊരു വിധമായ ഗ്യാരണ്ടിയുമില്ല. മനുഷ്യൻ പല രീതിയിൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ രൂപാന്തരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? പരീക്ഷകൾ നാം നേരിട്ട് കഴിഞ്ഞാൽ നാം പക്വത പ്രാപിക്കുന്നു. ആശ്വാസവും സാന്ത്വനവും പകരുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നു. അപരന്റെ വേദനയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന രോഗം, ആക്സിഡന്റ്, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഏൽക്കാവുന്ന പരാജയങ്ങളും പരീക്ഷകളും ആകാം. ഇവയിൽ കൂടി ദൈവം നമ്മെ പക്വമതികളും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനും നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്നതിനും നമ്മെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നതിനുമുള്ള അവസരങ്ങളാക്കി ദൈവം അവയെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് നൽകുന്ന ഓരോരോ അനുഭവങ്ങളാണ്. ഇനി ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, നാം അവൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ. സാത്താൻ്റെ പ്രലോഭനങ്ങൾ പൊതുവായി നാം പരിശോധിക്കുമ്പോൾ പ്രധാനമായി 4 സമീപനങ്ങൾ കാണാം. ഒന്നാമത്തേത്, മനുഷ്യ ഹൃദയങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പിറന്നു. പാപത്തിലേക്ക് നയിക്കുന്ന മോഹങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിപ്പിക്കുന്നത് സാത്താന്റെ തന്ത്രമാണെന്ന് ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏദൻ തോട്ടത്തിൽ സാത്താന്റെ പ്രലോഭനമാകുന്ന മോഹവലയത്തിൽ അകപ്പെട്ട മനുഷ്യൻ
ഫലം കണ്ട് മോഹിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. മനുഷ്യനിൽ മോഹം ജനിപ്പിക്കുന്നത് സാത്താന്റെ തന്ത്രമാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന രീതികളിൽ ഒന്നാമത്തേത് മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് ഈ ആഗ്രഹം അല്ലെങ്കിൽ മോഹം ജനിപ്പിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധനായ പത്രോസ്ലീഹ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, ലോകത്താലുള്ള മോഹം വിട്ടൊഴിവീൻ എന്ന് പരിശുദ്ധനായ പത്രോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ അകത്തു നിന്ന് സകല അശുദ്ധതയും പുറപ്പെടുന്നു എന്ന് നാം വായിക്കുന്നു. മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തിന്മയാണ് മോഹം എന്ന് പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായും പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൽ 1-ാം വാക്യത്തിൽ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? യാക്കോബ് ശ്ലീഹ വീണ്ടും 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുന്നതായിട്ടും നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് തന്നെ അവന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനുള്ള ഒരു സന്ദർഭമാണ് പരിശുദ്ധ നോമ്പ്. മോഹിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളെ ദൈവോന്മുഖമാക്കി ശക്തീകരിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വത്തിനാണ് നാം കീഴടങ്ങുന്നത്. നമ്മുടെ ശരീരത്തെ മുഴുവനും സമർപ്പിക്കുകയാണ്. ആത്മനിയന്ത്രണത്താൽ ബഹുമാനപ്പെട്ട റംബാച്ചൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പഥ്യമായ ജലത്തെ പോലും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള ഒരുക്കമായി നാം സ്വീകരിക്കുന്നതാണ്. ശരീരാത്മദേഹികളുടെ പരിപൂർണമായ നിയന്ത്രണവും ശ്രദ്ധയും ദൈവത്തിങ്കിലേക്ക് തിരിച്ച് നാം അനുഷ്ഠിക്കുന്ന ഈ പരിശുദ്ധ നോമ്പ് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ മോഹങ്ങളെയും പാപങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ശരീരങ്ങളിൽ നിന്നും അകറ്റി നമ്മെ തന്നെ ദൈവീകരിക്കുന്ന ഒരു വലിയ പദ്ധതിயின் കീഴിൽ നാം ആയിരിക്കുകയാണ്. സാത്താൻ ഒരുക്കുന്ന രണ്ടാമത്തെ കെണി എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ സംശയം ഉളവാക്കുകയാണ്. ഏദൻ തോട്ടം മുതൽ നാം കാണുന്നതാണ് ഈ സാത്താന്റെ ഈ തന്ത്രം. അവന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ, സത്യമായും എന്ന ചോദ്യത്തിന് മുന്നിൽ ഹവ്വയും ആദമും പതറിപ്പോയതായിട്ട് നാം കാണുന്നു. ദൈവപുത്രനോടും സാത്താന്റെ ചോദ്യം ഇത് തന്നെയാണ്: നീ ദൈവപുത്രനെങ്കിൽ പരീക്ഷകൾ സ്വീകരിക്കുവാൻ തയ്യാറാകുക. നീ ദൈവപുത്രനാണ് എങ്കിൽ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനാണ് എങ്കിൽ കല്ല് അപ്പമാകുക, നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. ഇവിടെ ദൈവത്തിന്റെ ദൈവത്വത്തെ പരീക്ഷിക്കുകയും അതിൽ കൂടി സാത്താന് വിജയം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സാത്താനും നമ്മോടും ഇതുപോലെയുള്ള പല സംശയങ്ങളും പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ദൈവം നിർമ്മിച്ചതെല്ലാം നല്ലതല്ലേ, പിന്നെ എന്തിനാണ് ഇവ നാം വേണ്ട എന്ന് വയ്ക്കുന്നത്? മനുഷ്യൻ സന്തോഷിക്കുന്നത് കാണുന്നതല്ലേ ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും സന്തോഷിക്കാമെന്ന ആഗ്രഹം. ഏത് പാപം ചെയ്താലും
ദൈവം കരുണ ചെയ്യുമെന്നുള്ള അനർഹമായ ചിന്ത പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപമാണ്. നമ്മൾ മനുഷ്യകുലം ബലഹീന വർഗമായതുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളും ദൈവം ക്ഷമിക്കും എന്നുള്ള ചിന്ത. ലോകത്തിൽ മനുഷ്യന് പൂർണ്ണതയ്ക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, മനുഷ്യനെല്ലാം അപൂർണനാണ് എന്നുള്ള ചിന്ത. നമ്മെ പരിപൂർണമായും ദൈവം അറിയുന്നുവല്ലോ എന്നുള്ള ചിന്തയിൽ കൂടി പാപത്തിലേക്ക് പതിക്കുന്ന തന്ത്രങ്ങൾ. ദൈവം എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്നുള്ള ചിന്തകൾ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൗലോസ് ഓർപ്പിക്കുകയാണ്, ദൈവത്തെ നമുക്ക് ത്യജിക്കുവാൻ പല അവസരങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഉണ്ടാകും. അതിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. മൂന്നാമതായിട്ട് സാത്താന്റെ സമീപനം എന്ന് പറയുന്നത് വഞ്ചനയുടെ സമീപനമാണ്. സാത്താനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, സാത്താൻ വ്യാജം പറയുന്നവനും അതിന്റെ പിതാവും ആകുന്നു എന്ന്. അസത്യവും വഞ്ചനയുമാണ് സാത്താന്റെ മറ്റൊരു പ്രയോഗം. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ദൈവത്തെ പോലെയാകും എന്നത് സത്യമാണ്. പക്ഷേ അവൻ തിന്മാൻ കാണിച്ചു കൊടുത്ത വൃക്ഷം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്. പറയുന്നത് ഒന്ന്, കാണിച്ചു കൊടുത്തത് മറ്റൊന്നാണ്. ഇതാണ് അവൻ പറയുന്നു, ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന്. ക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളിൽ ക്രിസ്തുവിനോടും കൽപ്പിച്ചത് ഇതാണ്, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളുമെന്ന്. സങ്കീർത്തനങ്ങൾ 91-ന്റെ 11-12 വാക്യങ്ങളിൽ. ഇവിടെ വേദവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുവാൻ വഞ്ചകനായ സാത്താൻ തന്റെ കെണി ഒരുക്കുകയാണ്. നാലാമതായിട്ട് സാത്താന്റെ പ്രലോഭന രീതികളിൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് അവൻ മനുഷ്യനെ വഞ്ചിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാം. അനുസരണക്കേട് കാണിക്കുക, ദൈവിക കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും അനുസരിക്കുന്നവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന രീതി പിശാച് ഫലപ്രദമായി പ്രയോഗിച്ചു വരുന്നതായി നമുക്ക് മനസ്സിലാക്കണം. ദൈവകൽപ്പനകളെ അനുസരിക്കാതിരിക്കുക, പ്രാർത്ഥനാ സമയങ്ങളിൽ അലസമായി നാം ഇരിക്കുക, വേദപുസ്തകം വായിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുക, പ്രാർത്ഥനയ്ക്ക് മടി, അലസത. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം അതിന് 14-15 വാക്യങ്ങളിൽ വായിക്കുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, സാത്താന്റെ പരീക്ഷകളിൽ അതിന്റെ പ്രലോഭനങ്ങളുടെ രീതികളിൽ 4 എണ്ണമാണ്. ഒന്നാമത്തേത്, മനുഷ്യഹൃദയങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കുന്നു, മനുഷ്യഹൃദയങ്ങളിൽ സംശയം ഉളവാക്കുന്നു, മനുഷ്യനെ വഞ്ചിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. If you want blessings, you should obey commandments. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കാണ് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പരീക്ഷകൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം. പക്ഷേ അവയെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആത്മീയ ജീവിതത്തിലും ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തെ അനുദിനം പരിശോധിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ആദിമകാലങ്ങളിലെ സന്യാസ ശ്രേഷ്ഠന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ
അനുദിനം അനുനിമിഷം ജീവിതത്തെ പരിശോധിക്കുന്നവരായി, അതിൽ പരീക്ഷിക്കപ്പെടുന്നവരായി അവരെ കാണുവാൻ അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുണ്യപിതാക്കന്മാർ എങ്ങനെ പുണ്യവാന്മാരായി എന്ന് പരിശോധിച്ചാൽ, കഷ്ടതകളുടെയും യാതനകളുടെയും മധ്യേ കൂടി സഞ്ചരിച്ചതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൻ്റെ പുണ്യ സുഹൃതങ്ങളെ പുലുകുവാൻ ഭാഗ്യം ലഭിച്ചത്. ഒരു മനുഷ്യൻ പുണ്യവാനായിട്ടല്ല ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജനിക്കുന്നത് ഒരു മനുഷ്യൻ പുണ്യവാനായിട്ടല്ല. ദൈവം അവൻ്റെ വഴിയെ തിരഞ്ഞെടുത്ത് കൊടുത്താൽ അവൻ ചെയ്യുന്നത് ഈ പുണ്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും അതിജീവിച്ച് അവൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവ കൃപകളുടെ പാരമ്യതയാണ് ആ പുണ്യജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കൊണ്ടൊക്കെയാണ് സാധിക്കും. ഇങ്ങനെ പ്രലോഭനങ്ങളെ നാം അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ദൈവ ഭയത്തിൽ കൂടി ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിലെ 18-ാം വാക്യം, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. വീണ്ടും സങ്കീർത്തനങ്ങൾ 34-ന്റെ 9-ാം വാക്യം, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. പൂർണ്ണ ഭയം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുകയും യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ എന്ന് പറയുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ അവിടുത്തെ ഭയപ്പെടുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് പൂർണ്ണ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൽ പ്രിയരെ, ഭയം എന്നത് 2 വിധത്തിൽ ഉണ്ടെന്നാണ് നാം വായിക്കുന്നത്. 1 പൂർണ്ണ ഭയവും 2 പ്രാരംഭ ഭയവും. ശിക്ഷയെ ഭയന്ന് ദൈവത്തെ അനുസരിക്കുക പ്രാരംഭകരുടേതാണ്. എന്നാൽ പൂർണ്ണമായ ഭയം, അതിൽ നാം ഉദാഹരണം കാണുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പൂർണ്ണമായി ഭയപ്പെടുന്നതായി നാം കാണുന്നു. തലങ്ങും വിലങ്ങും ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. ഒരു മനുഷ്യനിൽ പൂർണ്ണമായ ദൈവഭയം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ അബ്രഹാം ഉദാരമനസ്കനായിരുന്നു. ദൈവത്തിന്റെ ആജ്ഞയാൽ അദ്ദേഹം വളരെ കാര്യങ്ങൾ നിറവേറി. അദ്ദേഹം ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ചു. കഠിനമായ ഒരു പരീക്ഷ നേരിടേണ്ടി വന്നത് വളരെ വിജയകരമായി അബ്രഹാം പൂർത്തിയാക്കി. എന്താണത്? തൻ്റെ മകനെ ബലി കഴിപ്പിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ ഒരു നിമിഷം അബ്രഹാം പതറിപ്പോയി എങ്കിലും പരിപൂർണമായി ദൈവത്തെ അനുസരിക്കുവാൻ അവൻ പ്രാപ്തനായി തീർന്നു. അദ്ദേഹം തൻ്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് അന്യനാട്ടിൽ, ദൈവഭയം അല്പം പോലും ഇല്ലാതിരുന്ന നാട്ടിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ജനതകളുടെ ഇടയിൽ പാർത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം അവനോട് കൽപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പായി. നീ ദൈവത്തെ പൂർണ്ണമായി ഭയപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാം അറിയപ്പെട്ടു. പൂർണ്ണ ഭയം ദൈവസ്നേഹമാണ്. പൂർണ്ണമായ ദൈവഭയം തിന്മയെ വെറുക്കുന്ന അനുഭവമാണ്. ദൈവഭയം ദൈവഹിതം നിറവേറ്റലാണ്. ദൈവത്തിൻ്റെ ഭയം, ദൈവത്തെക്കുറിച്ചുള്ള ഭയം
ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അത് ആനന്ദത്തിൻ്റെ മകുടമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സന്നിവേശിപ്പിക്കുന്ന അനുഭവത്തിൽ കൂടി ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുക എന്നതാണ് ദൈവനിയോഗം. ഈ നിയോഗം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവാനുരൂപികളായി നമുക്ക് രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നതാണ്. 2 വാക്യങ്ങൾ ഞാൻ വായിച്ചത് സങ്കീർത്തനങ്ങൾ 34:9 വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ എന്ന്. രണ്ടാമതായിട്ട് നാം അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയിൽ കൂടി പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം അതിന്റെ 50-15 കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് ദാവീദ് പറയുന്നുണ്ട്. സഭയുടെ പ്രാർത്ഥനയുടെ ക്രമീകരണം എന്ന് പറയുന്നത് നൈമിഷികമായ പ്രാർത്ഥനകളുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രാർത്ഥനാനുഭവത്തിൽ കൂടി പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരാണ് നമ്മൾ പലരും. കൗദാശിക സംസർഗം അതിൽ കൂടി നമ്മുടെ ജീവിതത്തിന് നവീകരണം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. ജീവിതത്തിൽ നവീകരണം ആഗ്രഹിച്ച് പ്രാർത്ഥനയിൽ കൂടിയും പരിപൂർണമായ ദൈവഭയത്തിൽ കൂടിയും ദൈവസന്നിധിയിലേക്ക് വരുന്ന ഭക്തന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകും എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും സത്യകുംഭസാരം നടത്തി പാപമോചനം പ്രാപിക്കുന്നതിൽ കൂടി പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിൽ 10 ഇന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. ആന്തരേന്ദ്രിയങ്ങളാണ് ബുദ്ധി, മനസ്സ്, ഓർമ്മ, സങ്കല്പം, വിവേകം. ഇവയിലെല്ലാം നാം ഒരുപക്ഷെ പാപികളായി പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായ സമർപ്പണം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിപൂർണമായ സമർപ്പണത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പരീക്ഷകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ദൈവികമായ ആഹ്വാനം. എന്താണ് പ്രിയമുള്ളവരെ പശ്ചാത്താപം എന്നത്? ദൈവത്തെ നാം ദുഃഖിപ്പിക്കുക എന്നതാണ് യഥാർത്ഥമായ ഒരു പശ്ചാത്താപത്തിൻ്റെ ചിന്ത. ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചുവല്ലോ എന്നുള്ള ചിന്ത, ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്തയേക്കാൾ സ്നേഹവാനായ എൻ്റെ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചു എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടതാണ്. കാരണം മനുഷ്യൻ ദൈവത്തോട് ചേർന്നവനാണ്. ദൈവാംശമുള്ള മനുഷ്യൻ ദൈവ സ്വഭാവത്തിന് വിരുദ്ധമായി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ആ ജീവിതത്തിനുണ്ടാകാവുന്ന ദോഷങ്ങളും ദുഷ്ടതകളും ദൈവസന്നിധിയിൽ പരിശോധിച്ച് ക്രമരഹിതമായി പോയ, ക്രമപ്പെടുത്തി എന്ന് നമുക്ക് തോന്നുന്ന പല മേഖലകളും ക്രമരഹിതമായി പോയി എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. സദൃശവാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനു കരുണ ലഭിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ കുറ്റബോധം ഉമത്തി പോലെ നീറിക്കൊണ്ടിരിക്കുമ്പോൾ
മനുഷ്യ ഹൃദയങ്ങളിൽ ആശ്വാസം ലഭിക്കുകയില്ല. പിന്നീട് എന്താണോ സങ്കീർത്തനം 32:1 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നാം വായിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ സുസ്ഥിതി ഭംഗിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഭയം, അപകർഷതാബോധം, അകാരണമായ കുറ്റബോധം, വ്യക്തിവിദ്വേഷം എന്നിവയാണ്. 4 സംഗതികളാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്നത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് ഭയം, അപകർഷതാബോധം, അകാരണമായ കുറ്റബോധം, വ്യക്തിവിദ്വേഷം എന്നിവയാണ്. മനുഷ്യ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ചേതനകളെയും അവൻ്റെ ക്രിയാത്മകതയെയും എല്ലാം നശിപ്പിക്കുവാൻ കുറ്റബോധത്തിന് കഴിയും. ഈ കുറ്റബോധം നാം അനുഭവിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അമിതമായ ആവേശമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. കുറ്റബോധത്തിന്റെ അനുഭവത്തിൽ കൂടി മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടും അവൻ്റെ മനസ്സ് വീണ്ടും നീറുന്നതായി പല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവത്തെ പരിപൂർണമായി സമർപ്പിക്കുന്ന മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിൽ കൂടി ഈ കുറ്റബോധമെന്ന അനുഭവത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതും ഇതാണ്. കുമ്പസാരത്തിൽ കൂടി ഒരു കൗൺസിലിംഗ് എഫക്റ്റ് കൂടി നമുക്ക് ലഭിക്കുകയാണ്. പ്രാർത്ഥനാ അനുഭവത്തിൽ കൂടി, കുമ്പസാര അനുഭവത്തിൽ കൂടി, കൗദാശിക സംസർഗങ്ങളിൽ കൂടി നമ്മുടെ മനസ്സും ശരീരവും പവിത്രീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ 3 ദിവസങ്ങൾ നാം ഇപ്പോൾ പിന്നിടുകയാണ്. 3-ാം ദിവസം കൂടി ആകുമ്പോൾ ആ പവിത്രമായ അനുഭവം സ്വയം പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിൽ കൂടി എത്രമാത്രം ചിന്തകൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയി. ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ, ആരാധനാ സംസർഗങ്ങളിൽ ആയിരിക്കുമ്പോൾ കൂടി അപരന്റെ കുറ്റവും അവരനെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. അസൂയപ്പെട്ടിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. നോമ്പ് ഒരു എക്സ്റേ മെഷീനോട് ഉപമിച്ചാൽ നമ്മുടെ ശരീരത്തെ ആ മെഷീന് കീഴിൽ നാം കിടത്തുമ്പോൾ അതിൽ തെളിയുന്ന നമ്മുടെ അകത്തെ മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ചില ഗുണങ്ങളാണ്, ചില അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ് യഥാർത്ഥ അനുതാപത്തിൽ കൂടി മനുഷ്യന്റെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന അനുഭവം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പരിശുദ്ധ നിലുവേ നോമ്പ്, ഈ വർഷത്തെ നോമ്പ് നാം നോക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മനസ്സിനെ ഒരു പശ്ചാത്താപത്തിന്റെ അനുഭവത്തിൽ കൂടി നമുക്ക് ഒന്ന് കടത്തിവിടാം.
ഏതെല്ലാം മേഖലകളിലാണോ ഞാൻ പരാജയപ്പെട്ടത് എന്നുള്ള ഒരു തോന്നൽ. ഈ പരാജയത്തിനുള്ള കാരണം എന്തൊക്കെയാണ്, ആരാണ് എന്നെ പരാജയപ്പെടുത്തിയത് എന്നുള്ള തോന്നൽ. ഈ ചിന്തകളിൽ കൂടി പരിശുദ്ധ കുർബാന അനുഭവത്തിൽ, കർത്തൃ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിൽ കൂടി നമ്മെ തന്നെ പവിത്രീകരിച്ച് മാമോദീസയിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിലെ അംഗത്വം പുതുക്കുവാൻ സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 ദിവസം നഷ്ടമായി പോകും. ദൈവീകരിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെടുന്ന ഈ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. മനുഷ്യനെ ദൈവത്തോടു കൂടി ചേർത്ത് മനുഷ്യനെ ദൈവീകരിക്കുക എന്നത്. ഈ ദൈവീകരണ പ്രക്രിയ പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെയും അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. പരീക്ഷകൾ നമുക്ക് നേരിടാം, പ്രലോഭനങ്ങൾ നമ്മെ തേടിയെത്താം. പക്ഷേ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ സാത്താൻ നമ്മെ പ്രലോഭിപ്പിച്ചു എന്നുള്ള കുറ്റബോധം നമുക്ക് ആവശ്യമില്ല. അതിനെ അതിജീവിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും എന്നുള്ള കർത്തൃവചനം നമുക്ക് ഓർക്കാം. ദൈവം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവനെ സ്തുതിക്കുവാൻ നമുക്ക് കർത്തവ്യമുണ്ട്. പ്രധാനമായും ചിന്തിച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ 1-ാം അധ്യായം, ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാകുന്നു, നിങ്ങൾക്ക് കഴിയുന്നതിനപ്പുറമായി പരീക്ഷിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ രക്ഷയ്ക്കുള്ള മാർഗവും അവൻ ഉണ്ടാക്കും. പരീക്ഷയും പ്രലോഭനങ്ങളും 2 പദങ്ങൾ നാം ശ്രദ്ധിച്ചു. മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന രീതികളെക്കുറിച്ച് നാം ചിന്തിച്ചു. 4 രീതികളാണ്. 1, ആഗ്രഹം ജനിപ്പിക്കുകയാണ്, സംശയം ഉളവാക്കുകയാണ്, വഞ്ചനയുടെ സമീപനമാണ്, അനുസരണക്കേട് കാണിക്കുന്ന സമീപനമാണ്. ഈ സമീപനങ്ങളെല്ലാം നേരിടുന്നത് ഏതിൽ കൂടിയാണെന്ന് കൂടി ചിന്തിച്ചു, ദൈവ ഭയത്തിൽ കൂടി, പ്രാർത്ഥനാനുഭവത്തിൽ കൂടി, അവസാനമായി കൗദാശിക സംസർഗം, അതായത് സത്യകുംഭസാരത്തിൽ കൂടി. സത്യകുംഭസാരം നടത്തി ദൈവസന്നിധിയിൽ നമ്മുടെ ശരീരവും മനസ്സും അർപ്പിച്ച് പാപമോചനം പ്രാപിക്കുന്ന പരിശുദ്ധ നോമ്പ് നമ്മുടെ ജീവിതത്തിന് എല്ലാ രീതിയിലും ക്രിയാത്മകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോമ്പ് ക്രിയാത്മകമാകുന്ന ദിവസങ്ങളാണ്. നമ്മളെ ക്രിയാത്മകമാക്കുന്ന, നിഷ്ക്രിയരാക്കുന്ന ദിവസങ്ങളല്ല. നമ്മൾ ശാന്തരായി ദേവാലയത്തിൻ്റെ പ്രശാന്തതയിലായിരിക്കുമ്പോൾ നാം ഇവിടെ നിഷ്ക്രിയരായി പോകുകയല്ല. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഒന്ന് കൂടി ഇരിക്കുക എന്നത് മാത്രമല്ല, ഇത് എനർജി സേവ് ചെയ്ത് വീണ്ടും ആ എനർജിയെ ഉപയോഗിക്കുവാൻ, നല്ല രീതിയിൽ ഉപയോഗിക്കുവാനുള്ള ഒരു ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതി തിരിച്ചറിയുവാനുള്ള ആഹ്വാനമാണ് നാം ശ്രവിക്കേണ്ടത്. അപരനോടുള്ള ബന്ധം, സുഹൃത്തുക്കളോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, നമ്മോട് തന്നെയുള്ള ബന്ധങ്ങൾ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, അത് യഥാർത്ഥത്തിൽ ശരിയായി നാം പരിരക്ഷിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഈ ദിവസങ്ങൾ അതിന് നമുക്ക് ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനവേക്കാർ 40 ദിവസം രട്ടിലും വെണ്ണീരിലും അവരുടെ പാപങ്ങളെ
ഏറ്റുപറഞ്ഞ് കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങളും ഒരേ സ്വരത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. ഒരു ഫോക്കസ് മാത്രം, ഒരു ശ്രദ്ധ, ദൈവം തങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണം എന്നുള്ള ചിന്ത. മനുഷ്യൻ പാപിയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യവും പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായി വിടുതൽ ലഭിച്ചു എന്നുള്ള ബോധ്യവും, ഇത് രണ്ടും നമ്മെ ദൈവീകരാക്കി തീർക്കുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്നതാണ് പരിശുദ്ധ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അകത്തെ മനുഷ്യന് ബലപ്പെടണമെങ്കിൽ അകത്തുനിന്ന് ഉത്ഭവിക്കുന്ന ദുർചിന്തകളും അതിനോട് ബന്ധിപ്പിക്കുന്ന പാപങ്ങളും നമ്മിൽ ഇല്ലാതാകണം. ദുഃഖത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? പരിശോധിച്ചാൽ ജീവിതത്തിൽ നമ്മുടെ ദുഃഖത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പാപമാണ്. പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ ദുഃഖം പോലും നമ്മിൽ നിന്നും അകന്നു പോകും എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാപരഹിതമായ ജീവിതത്തിനായി വാഞ്ചയോടെ കാക്ഷിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഉപയുക്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പനിമിഷം ദൈവസന്നിധിയിൽ തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യഥാർത്ഥ പശ്ചാത്താപത്തോടു കൂടി പാപങ്ങൾ മോചിച്ചു എന്നുള്ള പരിപൂർണമായ ബോധ്യത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. സാത്താന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാൻ ദൈവമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തിരിച്ചറിയുന്ന പ്രലോഭനങ്ങളിൽ വശംവദരാകാതെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് അവയെ നേരിടുവാൻ ശക്തി നൽകണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ സഹായിക്കണമേ. വഞ്ചനയുടെയും അനുസരണക്കേടിന്റെയും നിന്നിൽ നിന്നും അകറ്റുന്ന എല്ലാ ചിന്തകളുടെയും എല്ലാ അനുഭവങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. ഞങ്ങളുടെ ജീവിതത്തിന് നവീകരണം നൽകണമേ. ശരിയാകേണ്ട മേഖലകളിൽ നീ ഞങ്ങളോട് പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങയുടെ ഔന്നത്യമായ സിംഹാസന സന്നദ്ധിയിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കണമേ. നീ ഞങ്ങൾക്ക് ചൊരിയുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദിയോടെ തിരുസന്നിധിയിൽ ആയിരിക്കാൻ, തുടർന്നുള്ള നാളുകളിലും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠരായി ജീവിക്കുവാനും ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധാത്മാവിനെയും എന്നും എന്നാളും മഹത്വപ്പെടുത്തുവാനായി തന്നെ.